ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി തനിച്ച് കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി. മറ്റ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഓർത്തഡോക്സ് സഭാ തലവന്റെ സന്ദർശനം. സംഘപരിവാർ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ന്യൂസ് 18 പറഞ്ഞു. കൂടിക്കാഴ്ച ഒരു സൗഹൃദമായ കൂടിക്കാഴ്ച എന്നുള്ളത് കഴിഞ്ഞ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷനായതുകൊണ്ട് എന്നെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പോയി കണ്ടു. രാജ്യത്തിന്റെ പുരോഗതിക്ക് എല്ലാവരുടെ സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയായിട്ടും ചാരിറ്റി പ്രസ്ഥാനങ്ങൾ വഴിയായിട്ടും ഭാരതത്തിന്റെ ഇന്റഗ്രേഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സഭയ്ക്ക് പ്രത്യേകിച്ച് ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല. മലങ്കര സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്കൊക്കെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടാകും. മലങ്കര സഭയ്ക്ക് ഭീഷണി ഉണ്ടാകും. ഒറ്റപ്പെട്ട ഒരിക്കൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ദിനം ഒരു പള്ളിയിൽ ഒരു ആക്രമണമൊക്കെ ഉണ്ടായി ഓർത്തഡോക്സ് സഭയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും അങ്ങനെയുള്ളതായ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റിലീജിയസ് ടോളറൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു നല്ല നിലവാരം പുലർത്തണമെന്നുള്ളതായിരിക്കുന്ന അഭിപ്രായം എന്റെ അഭിപ്രായമാണ്. അത് അവർ പാലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതൊന്നും റിലീജിയസ് ടോളറൻസിന്റെ ദോഷങ്ങളോ ഗുണങ്ങളോ അല്ലെങ്കിൽ അതില്ല എന്നുള്ളതോ ഒന്നും മോഡിയോട് പറഞ്ഞു വന്നില്ല. ടോം കുര്യാക്കോസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ടോം, ഈ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേരത്തെ ഈസ്റ്ററിന്റെ സമയത്ത് പ്രധാനമന്ത്രിയെ പോയി കണ്ടിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തനിച്ച് കൂടിക്കാഴ്ച നടത്തുന്നു. എന്താണ് ഈ ഓർത്തഡോക്സ് സഭ അല്പം കൂടി ഈ മോദിയുമായി അടുത്ത ബന്ധം പുലർത്താനുണ്ടായ കാരണം? എന്തോ നേരത്തെ മുതൽ തന്നെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുമായി ഓർത്തഡോക്സ് സഭ വലിയൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വിഭാഗമാണ്. എന്തോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ ചെന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇന്നത്തെ മറ്റ് സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും അദ്ദേഹം വിട്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതായത് മറ്റ് 7 സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി സന്ദർശനം നടത്തിയത്. അദ്ദേഹം പ്രധാനമായി സഭയുടെ ആശങ്കകളോ മറ്റു രാഷ്ട്രീയമോ ചർച്ച ചെയ്തില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുത ഉണ്ടാകരുത് എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ രാഷ്ട്ര പുരോഗതിക്ക് സഭയുടെ പിന്തുണ വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. മറ്റ് സഭകൾക്ക്, അതായത് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള മറ്റ് സഭകളുടെ ദേവാലയങ്ങൾക്ക് നേരെയും വിശ്വാസികൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു ദേവാലയത്തിന് നേരെയും പള്ളിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് ഉണ്ടായത്. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയവും സഭാ പ്രശ്നങ്ങളും ഒന്നും ചർച്ച ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ യാക്കോബായ സഭ നേരത്തെ ഈ സഭാ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരുടെ ആശങ്കകൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചിരുന്നു. യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ചെത്തിയത് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആണ്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. പ്രധാനമായും സഭാ തർക്കം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ പോകുന്ന സഭാ നിയമനിർമ്മാണത്തിന് പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ട് ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച ഈ നിവേദനത്തിൽ പറഞ്ഞത്. അതായത് ലത്തീൻ സഭയും സമാനമായ രീതിയിലൊരു നിവേദനം സമർപ്പിച്ചു. അതായത് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളില് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടലും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് മതമേലധ്യക്ഷന്മാർ ആ കൂടിക്കാഴ്ച ശേഷം പുറത്തിറങ്ങിയത്. അതായത് എല്ലാ മതവിശ്വാസികൾക്കും സംരക്ഷണം ഒരുക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രത്യാശയുണ്ടെന്നാണ് ക്രൈസ്തവ സഭ മതമേലധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷമുള്ള ഈ മറ്റ് മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണങ്ങളും ന്യൂസ് 18 ലഭിച്ചിട്ടുമുണ്ട്. ശരി, ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.